ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജനുവരി 20 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ് 2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11 ഏകകണ്ഠമായി ശരിവച്ചു. വകുപ്പേത്? ഉത്തരം 370. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട കോടതി ലഡാക്കിനെ വേർപെടുത്തി നിയമസഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കിയ നടപടിയും ശരിവച്ചു. 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് പ്രത്യേക പദവി റദ്ദാക്കിയത്. 1952 നവംബർ 17 മുതൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചാണ് 370 അനുച്ഛേദത്തിലൂടെ പ്രത്യേക പദവി നൽകാൻ തീരുമാനിച്ചത്. നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി അടുത്തിടെ കണ്ടെത്തിയ തമോഗർത്തത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്? ഉത്തരം 1300 കോടി വർഷം. പ്രപഞ്ചോത്പത്തി സമയത്തുണ്ടായ ഈ തമോഗർത്തം GN-Z11 എന്ന ആകാശഗംഗയിൽ സ്ഥിതി ചെയ്യുന്നു. സൂര്യന്റെ ഏകദേശം 10 ലക്ഷം മടങ്ങ് പിണ്ഡവുമുണ്ട്. നക്ഷത്രങ്ങൾ അവയുടെ പരിണാമദശയുടെ അന്ത്യകാലത്ത് ഊർജം സൃഷ്ടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങിയാണ് തമോഗർത്തമായി മാറുന്നത്. 2023 ഡിസംബർ 8 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത്? ഉത്തരം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതിൽ മറ്റ് പുരസ്കാരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഐക്യരാഷ്ട്രസഭയുടെ 29ാം ആഗോള കാലാവസ്ഥ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഉത്തരം അസർബൈജാൻ. വിശ്രുത മലയാളി ചിത്രകാരൻ രാജാ രവിവർമ്മ വരച്ച 3 ചിത്രങ്ങൾ 45 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു. ചിത്രങ്ങൾ ഏവ? ഉത്തരം കൃഷ്ണനും രുക്മിണിയും, രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, ദത്തത്രേയ. മുംബൈയിലെ പുണ്ടോൾ ആർട്ട് ഗാലറിയാണ് രവിവർമ്മയുടേതടക്കം 71 ചിത്രങ്ങൾ ലേലത്തിൽ വിറ്റത്. രവിവർമ്മ ചിത്രങ്ങളിലെല്ലാം തന്നെ ജർമ്മൻകാരനായ ഫ്രിറ്റ്സ് ലിച്ചർ കുടുംബത്തിന്റെ ശേഖരത്തിലുള്ളവയാണ്. മുംബൈയിൽ രവിവർമ്മ ആരംഭിച്ച പ്രസ് നടത്താനായി ജർമ്മനിയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഷ്ലിച്ചർ. പിന്നീട് ലോണോ വാലിയിലേക്ക് മാറ്റി സ്ഥാപിച്ച പ്രസ് രവിവർമ്മയിൽ നിന്ന് വാങ്ങിയ ഷ്ലിച്ചർ അവിടെയുണ്ടായിരുന്ന രവിവർമ്മ ചിത്രങ്ങളും സ്വന്തമാക്കി. ആ കൂട്ടത്തിലുള്ള 3 ചിത്രങ്ങളാണ് ലേലത്തിൽ വിറ്റത്. 2023 ഫെബ്രുവരിയിൽ ഷ്ലിച്ചർ കുടുംബത്തിന്റെ പക്കലുണ്ടായിരുന്ന യശോദ കൃഷ്ണൻ എന്ന രവിവർമ്മ ചിത്രം 38 കോടി രൂപയ്ക്ക് വിറ്റിരുന്നു. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ? ഉത്തരം ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 10200 അടി മുകളിലുള്ള ലോകത്തെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ദേശീയ വയലിൻ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 13. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? ഉത്തരം ഇന്ദ്ര. 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ? ഉത്തരം ക്ലാസിക്കൽ പിയാനിസ്റ്റ് ഡാനിയൽ ബാരൻബോയും, സമാധാന പ്രവർത്തകൻ അലി അബു അവാദ്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹയാക്കിയത്. 2023 ഡിസംബർ 16 അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി? ഉത്തരം KP വിശ്വനാഥൻ. 1991 കെ കരുണാകരൻ മന്ത്രിസഭയിലും 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായിരുന്നെങ്കിലും 2 തവണയും കാലാവധി തികയ്ക്കാനായില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര്? ഉത്തരം സൂറത്ത് ഡയമണ്ട് ബോർഡ്സ്. 3200 കോടി രൂപ ചിലവഴിച്ച സമുച്ചയം വലിപ്പത്തിൽ US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിനു മുന്നിലാണ്. വജ്രവ്യാപാരത്തെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന സമുച്ചയം സൂറത്ത് നഗരത്തിനടുത്ത്
ഗാജോഡ് ഗ്രാമത്തിൽ ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർക്കന്റൈൽ സിറ്റി അഥവാ ഡ്രീം സിറ്റിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള എത്രാമത്തെ രാജ്യമായാണ് ഇന്ത്യ അടുത്തിടെ ശക്തി തെളിയിച്ചത്? ഉത്തരം ആദ്യത്തെ. ഭൂമിയിൽ നിന്ന് ആകാശത്തെ തൊടുക്കാനാകുന്ന ദേശീയ മിസൈലായ ആകാശ് ഉപയോഗിച്ചാണ് ലക്ഷ്യം നേടിയതെന്ന് DRDO അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന വ്യോമാഭ്യാസ പ്രകടനത്തിൽ വ്യോമസേനയാണ് മിസൈൽ സംവിധാനം പരീക്ഷിച്ചത്. അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 18. 2023 ഡിസംബർ അന്തരിച്ച ആന്റോണിയോ നെഗ്രി ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഇറ്റാലിയൻ ചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനും. അമേരിക്കൻ തത്വചിന്തകനായ മൈക്കൽ ഹാർഡുമായി ചേർന്ന് 2000 നെഗ്രി രചിച്ച എംപയർ എന്ന പുസ്തകം മുതലാളിത്ത ആഗോളവത്കരണ വിരുദ്ധ ബൈബിൾ, 21ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16-ന് 250 വർഷം തികഞ്ഞു. സംഭവം ഏത്? ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി. 1773-ൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ തേയില നിയമത്തിനെതിരെ 1773 ഡിസംബർ 16-ന് മസാച്യൂസെറ്റിലെ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കുരമിട്ടിരുന്ന കപ്പലിൽ നിന്ന് 342 തേയിലപ്പെട്ടികൾ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച പ്രക്ഷോഭക്കാർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന പേരിൽ വിഖ്യാതമായി. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം സർവേ പ്രകാരം അഫ്ഗാനിസ്ഥാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായത്? ഉത്തരം മ്യാൻമാർ. 2023-ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവി? ഉത്തരം EV രാമകൃഷ്ണൻ. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് സാഹിത്യ പഠന വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. ഇംഗ്ലീഷിൽ നീലം ശരൺ ഗൗർ രചിച്ച റെക്വiem ഇൻ രാഗ ജാനകി എന്ന നോവലിനാണ് അവാർഡ്. തമിഴിൽ ദേവി ഭാരതി രാജശേഖരന്റെ നീർവഴി പടുവും പുരസ്കാരം നേടി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.